നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പെരിയാറിൽ വർഷങ്ങളായി ഫാക്ടറികൾ നടത്തുന്ന പ്രകൃതി നശീകരണത്തിന് ഇക്കൊല്ലവും മുടക്കമുണ്ടായില്ല. 1970 മുതൽ നടക്കുന്ന പരിസ്ഥിതി നാശത്തിന് തടയിടാൻ ഇടതു വലത് സർക്കാരുകൾക്കായില്ല. അവരെല്ലാം പണം വാങ്ങി കീശയിലിട്ട ശേഷം ഫാക്ടറി മുതലാളിമാർക്ക് ഓശാന പാടുകയാണ്. ഇത്തവണ ദുരന്തത്തിന്റെ വ്യാപ്തി കൂടിയതുകൊണ്ടാണ് കൂടുതൽ ജനശ്രദ്ധ കിട്ടിയത്. ഫാക്ടറികളിലെ രാസമാലിന്യം മഴക്കാലത്ത് നദിയിലൂടെ പുറന്തള്ളുന്നത് പതിവാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും നടപടിയില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം മലിനീകരണ നിയന്ത്രണ ബോർഡ് അധികൃതർ നടത്തിയ നിരുത്തരവാദപരമായ പ്രസ്താവന. അന്വേഷണമോ പരിശോധനയോ നടത്താതെ അവർ ആടിനെ പട്ടിയാക്കാൻ നോക്കി. ഉപ്പുവെള്ളം കലർന്ന വെള്ളത്തിൽ ജീവവായുവിന്റെ അളവ് പെട്ടെന്ന് കുറഞ്ഞതാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണമെന്ന ന്യായീകരണമാണ് അവർ നിരത്തിയത്. സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത സംഗതി ആയതുകൊണ്ടാണ് മത്സ്യകർഷകരും പരിസ്ഥിതി പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പെരിയാറിൽ മഴക്കാലത്ത് രാസമാലിന്യ ദുരന്തം ആവർത്തിക്കുമ്പോഴെല്ലാം മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉപ്പുവെള്ളത്തിന്റെ കള്ളക്കഥ പൊടിതട്ടിയെടുക്കും. 10 കൊല്ലം മുമ്പ് വളരെ വിചിത്രമായൊരു വാദം ഇതേ ബോർഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലി പരിസ്ഥിതി സമിതിക്ക് മുന്നിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചു. പെരിയാറിലെ വെള്ളവും യാതൊരു കാരണവും കൂടാതെ കലങ്ങി മറിഞ്ഞൊഴുകിയത് പുഴയുടെ അടിത്തട്ടിലുണ്ടായ ഭൂചലനം മൂലമാണെന്നായിരുന്നു വാദം. എന്നാൽ അങ്ങനെയൊരു ഭൂചലനം ആ സമയത്ത് ഈ പ്രദേശത്തുണ്ടായിട്ടില്ലെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു. മലിനീകരണം നിയന്ത്രിക്കാൻ ചുമതലപ്പെട്ടവർ അത് സൃഷ്ടിക്കുന്നവരുടെ രക്ഷകരായി മാറുന്നു എന്ന ആക്ഷേപം സാധൂകരിക്കുന്നതാണ് മതിയായ തെളിവുകൾ കൂടാതെ ബോർഡ് നടത്തിയ ന്യായീകരണം. എന്തിനാണ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള നീക്കം നടത്തിയതെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. ഏലൂർ, ഇടയാർ പ്രദേശങ്ങളിലെ രാസവ്യവസായ ഫാക്ടറികളടക്കം മാലിന്യങ്ങൾ ശാസ്ത്രീയമായി നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് പകരം അവ സൂക്ഷിച്ചു വയ്ക്കുകയും മഴക്കാലത്ത് നദിയിൽ വെള്ളം ഉയരുകയും ഒഴുക്ക് ശക്തമാവുകയും ചെയ്യുമ്പോൾ തള്ളിവിടുകയും ചെയ്യുന്നത് പതിവാണ്. നാട്ടുകാർ പലവട്ടം ഇത് സംബന്ധിച്ച് പരാതി ഉന്നയിച്ചിട്ടുള്ളതാണ്. ഭരണകർത്താക്കളുടെ ബദിരകരണങ്ങളിൽ അവ പതിച്ചില്ലെന്ന് മാത്രം. മാരകമായ മാലിന്യങ്ങൾ നീക്കം ചെയ്ത ശേഷം നിർമ്മാർജ്ജനം ചെയ്താൽ തങ്ങളുടെ കീശയുടെ കനം കുറയുമെന്ന് ഉടമകൾക്കറിയാം. അതിനാൽ സുരക്ഷിതവും ശാസ്ത്രീയവുമായ രീതികൾ അവലംബിക്കാൻ മുതലാളിമാർ തയ്യാറാകുന്നില്ല. വ്യവസായങ്ങളെ മാത്രം ആശ്രയിച്ചല്ല മലയാളികളുടെ ആരോഗ്യവും സാമ്പത്തിക പുരോഗതിയും എന്ന കാര്യം ഭരണകൂടം വിസ്മരിക്കരുത്. മത്സ്യകൃഷിയും മറ്റു തൊഴിലുകളും അടക്കം ചെയ്താണ് സമൂഹത്തിലെ വലിയൊരു വിഭാഗവും കഴിയുന്നത്. അതുകൊണ്ട് അതിനെ മറികടന്നുള്ള നടപടികൾ ജീവിതം ദുഷ്കരമാക്കും. പെരിയാറിൽ സംഭവിച്ചത് ഗൗരവമേറിയ കാര്യമാണെന്നാണ് വ്യവസായ മന്ത്രി പി രാജീവ് പറയുന്നത്. ഇക്കാര്യത്തിൽ ഹെസോ ദീർഘകാലാടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കുമെന്ന പതിവ് പല്ലവിയും അദ്ദേഹം ആവർത്തിച്ചു. ഇത്തരത്തിലുള്ള എത്ര റിപ്പോർട്ടുകളാണ് സർക്കാർ ഓഫീസുകളിലെ അലമാരകളിൽ പൊടി പിടിച്ചു കിടക്കുന്നത്? റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ ഉന്നതതല സമിതി അന്വേഷിക്കും. ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. പെരിയാർ സംരക്ഷിക്കാൻ ശാശ്വതമായ നടപടി സർക്കാർ സ്വീകരിക്കും. ഇതിനായി തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്ന് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കും. പെരിയാർ പരിധിയിൽ വരുന്ന തദ്ദേശ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി ആക്ഷൻ പ്ലാൻ ചർച്ച ചെയ്ത് നടപ്പിലാക്കും. പെരിയാർ അതോറിറ്റി അഥവാ പുഴകൾക്കായി അതോറിറ്റി എന്ന ആലോചന സജീവമാക്കും. ഇത്തരത്തിലുള്ള സ്ഥിരം വാചക കസരത്ത് നടത്തി മന്ത്രി പൊടിയും തട്ടിപ്പോയി എന്നാണ് ആരോപണം. മന്ത്രി വർഷങ്ങളായി താമസിക്കുന്ന എറണാകുളത്ത് ഇതെല്ലാം നടക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും ഇടപെടാൻ അദ്ദേഹം അടക്കമുള്ള നേതാക്കൾ ആരും തയ്യാറാകില്ല. അതെന്തുകൊണ്ടാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രകൃതിക്ഷോഭങ്ങളുടെ മേൽ പഴിചാരി രക്ഷപ്പെടാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് അടക്കം ശ്രമിക്കുന്നത് മനുഷ്യത്വരഹിതവും നിരുത്തരവാദപരവും സമൂഹത്തിനെതിരായ കുറ്റകൃത്യവുമാണ്. അതുകൊണ്ട് നിലവിലെ ദുരന്തത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനൊപ്പം അവരെ സംരക്ഷിക്കുന്ന രാക്ഷസന്മാരെയും കണ്ടെത്തി നിയമവിധേയമായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം. മത്സ്യകൃഷിക്കുണ്ടായ സാമ്പത്തിക നഷ്ടം എന്ന നിലയിലല്ല, രാസമാലിന്യങ്ങൾ ജനങ്ങളുടെ ആരോഗ്യത്തെയും ജീവനെയും എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനം നടത്തണം. അതിനാണ് പ്രാധാന്യം നൽകേണ്ടത്. ദുരന്തം നടന്നിടത്താണ് ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവജല സ്രോതസ്. ഇത് മലിനമാക്കിയവർക്കെതിരെ മാനവരാശിയെ നശിപ്പിച്ചതിന് തുല്യമായ കുറ്റമാണ് ചെയ്തത്. അവർക്ക് കടുത്ത ശിക്ഷ നൽകണം. അല്ലാതെ മത്സ്യകൃഷിക്കാർക്ക് നഷ്ടപരിഹാരം നൽകി പ്രശ്നം തണുപ്പിക്കാൻ നോക്കരുത്. അത് പ്രകൃതിയോടും മാനവരാശിയോടും ചെയ്യുന്ന ക്രൂരതയാണ്. ഇനിയും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടികളാണ് വേണ്ടത്. അല്ലാതെ പത്രസമ്മേളനങ്ങളിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും നടത്തുന്ന വാചക കസർത്തുകളല്ല ജനങ്ങൾക്ക് വേണ്ടത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.